ഒരുപാട് ഇതുണ്ട്. എൻ്റെ തന്നെ എൻ്റെ യൂട്യൂബിലും അല്ലെങ്കിലും ഒരുപാട് ടെസ്റ്റിമോണിയൽസ് എൻ്റെ അടുത്തുണ്ട്. അതായത് ഇപ്പോൾ ചിലർ വരും, ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് ആൾ ഇപ്പോഴും 10, 15, 20 വർഷമായി ജീവിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് പറയും ജാതകം നോക്കിയപ്പോൾ ആൾറെഡി ഇല്ല, ഇനിയുള്ള കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് റിസൾട്ടായി അവർ ക്യാൻസർ ആയാലും ശരി പല പല പ്രോബ്ലംസ് ലൈവായിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ബുദ്ധൻ്റെ അല്ലെങ്കിൽ ഗുരുപരമ്പരകളുടെ ബ്ലെസ്സിംഗ് എന്ന് മാത്രമാണ്, ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ലാമാഫറ ഗ്രാൻഡ് മാസ്റ്ററായ ശ്രീ ഷാജി ഭാസ്കരൻ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം പാലക്കാടാണ്. അപ്പം ലാമാഫറ എന്ന ഹീലിങ്ങിനെ പറ്റി നമ്മൾ നേരത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഹീലിംഗ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പം ആചാര്യനാണ്. ലാമാഫറ കൂടാതെ റേക്കി, പ്രാണി ഹീലിംഗ്, സ്കൈ യോഗ, അങ്ങനെ അനേകം ഹീലിങ്സ് പ്രാക്ടീസ് ചെയ്ത് പോരുന്നുണ്ട്. 24 വർഷത്തിലേറെയായി ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് പോരുന്നു. ഒരുപാട് പേർക്ക് ഹീലിംഗ് ഡിസ്റ്റൻ്റായിട്ടും അല്ലെങ്കിൽ നേരിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ലാമാഫറ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബുദ്ധിസ്റ്റ് ഹീലിംഗ് ആണ്. അപ്പം ബുദ്ധിസ്റ്റ് മങ്സ് അല്ലെങ്കിൽ ടിബറ്റൻ മങ്സ് പ്രാക്ടീസ് ചെയ്ത് പോരുന്നൊരു ഹീലിംഗ് ആണ്. അപ്പോൾ അതിൽ പ്രാവീണ്യമുള്ള വ്യക്തികൾ വളരെ കുറവാണ്. അപ്പോൾ ഇദ്ദേഹം ഗ്രാൻഡ് മാസ്റ്റർ ആയതുകൊണ്ട് അനേകം പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ സാർ ലാമാഫറ എന്ന ഹീലിങ്ങിനെ പറ്റി ഒന്ന് പറയാമോ? ലാമാഫറ എന്ന് വെച്ചാൽ മാഡം പറഞ്ഞ പോലെ തന്നെ ബുദ്ധിസ്റ്റ് മോങ്ക് അവരുടെ അടുത്ത് നിന്ന് നേരിട്ട് ബുദ്ധ ടെക്നിക്കുകൾ, അതായത് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അത് അവിടെ നിന്ന് ആ മോൺസ്റ്ററിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് പുറം ലോകത്ത് അറിഞ്ഞു തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പവർഫുള്ളായ ആൻഷ്യൻ്റ്, എത്രയും പവർഫുള്ളായ ടെക്നിക്കാണത്. അതിൽ നിന്നാണ് പലതും റേക്കി, പ്രാണിക് ഹീലിംഗ് അതുപോലുള്ള പല പല ഹീലിംഗ് സിസ്റ്റങ്ങൾ വന്നത്. അപ്പോൾ ഇത് ശരിക്കും പഠിച്ച് ഇതിന് 3 ലെവലാണ് ശരിക്കുള്ളത്. ബേസിക് ലെവൽ, അഡ്വാൻസ് ലെവൽ, ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ. ഈ 3 ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മോഡേണായിട്ടുള്ള അല്ലെങ്കിൽ നിഗൂഢശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സിസ്റ്റവും നമുക്ക് അതിൽ തന്നെ അറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എല്ലാ കോഴ്സുകളും ഏകദേശം ഇപ്പോൾ നിലവിലുള്ള എല്ലാ കോഴ്സുകളും പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഹാപ്പി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഫോർമേഷൻ കിട്ടിയിട്ടുള്ളത് ലാമാഫറയിലാണ്. അപ്പോൾ അതിൽ ഏത് തരമായാലും, ഇപ്പോൾ ഫിസിക്കലായാലും മെൻ്റലായാലും ഇമോഷണലായാലും ഏത് തലത്തിലും, ഇപ്പോൾ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ഡി അഡിക്ഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ്, ഏത് തലത്തിലുള്ളതെയും വളരെ നമുക്ക് നല്ല രീതിയിൽ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഡിസ്റ്റൻ്റായിട്ട് പുറത്തുള്ള ലോകത്ത് എവിടെ ഇരുന്നാലും നമുക്ക് വളരെ ഒരു ഫോട്ടോ മതി. ആ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഏത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയാലും ശരി, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയാലും ശരി, വാസ്തു പ്രോബ്ലംസ് ആയാലും ശരി, അതിൻ്റെ ഹയർ ലെവലിലേക്ക് വരുമ്പോൾ പല പല മെത്തേഡുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് ഓരോന്നായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. സാർ ഈ ഒരുപാട് ഹീലിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ലാമാഫറ എന്നുള്ള ഹീലിംഗ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? ഇപ്പം ലാമ എന്ന് പറയുമ്പം ബുദ്ധിസ്റ്റ് ഫിലോസഫി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫറ എന്ന് പറയുമ്പം ആ ഫിലോസഫി നമ്മുടെ ലൈഫിൽ അത് ഇൻവോക്ക് ചെയ്യുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് പൂർണ്ണമാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹീലിംഗ് തിരഞ്ഞെടുക്കാൻ കാരണം? ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൽ ഒരുപാട് സിസ്റ്റമാണ്. സമുദ്രം പോലെയാണ് ബുദ്ധിസ്റ്റ് സിസ്റ്റം. അപ്പോൾ അതിൽ വജ്രയാന സിസ്റ്റത്തിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഷാവോലിൻ ടെമ്പിൾ, കുങ്ഫു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളാരും ബുദ്ധിസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ആ ഒരു മാർഷ്യൽ ആർട്സ് പഠിക്കണമെങ്കിൽ ഷാവോലിൻ ടെമ്പിളിലുള്ള ആ ഒരു കുങ്ഫു പഠിച്ചാൽ മതി. അതേപോലെ നമുക്ക് സ്പിരിച്വലായിട്ട് ഹൈക്ക് ആവണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ കിട്ടുന്ന ഒരു ടെക്നിക്കാണ്. വജ്രയാന സിസ്റ്റത്തിൽ നിന്ന് മാത്രം എടുത്താണ്. നമ്മൾ ഒരിക്കലും ഒരു ബുദ്ധിസ്റ്റ് ആവണമെന്നില്ല. നമുക്ക് നമ്മുടേതായ ഫാമിലി, നമ്മുടേതായ സിസ്റ്റം ഒക്കെ ഫോളോ അപ്പ് ചെയ്യാം. എനിക്കും ഭാര്യ, കുട്ടി, കുടുംബങ്ങളെല്ലാം ഉണ്ട്. 24 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ എൻജോയ് ചെയ്ത് പോകുന്ന വ്യക്തിയാണ്. അതായത് ഒരുപാട് ആളെ പഠിപ്പിച്ച് ഒരുപാട് ശിഷ്യ സമ്പത്ത് എനിക്കുണ്ട്. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മന്ത്രം, യന്ത്രം, തന്ത്രം ഒക്കെ ഇൻവോൾവ് ചെയ്താണല്ലോ ഈ ഹീലിംഗ് കൊണ്ടുപോകുന്നത്. അപ്പം അതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് മന്ത്രം എന്ന് വെച്ചാൽ മന്ത്രിക്കുന്നത്. നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യുന്നോ ആ വേർഡിനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു മന്ത്രമായി മാറും. അത് ഒരു പവർഫുള്ളായും ഒരു ടൂളായിട്ട് മാറും. അപ്പോൾ അത് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം ഏത് കമ്മ്യൂണിറ്റിയിലും അവരുടേതായ ഒരു മന്ത്രങ്ങളുണ്ട്. ഇവിടെ ബുദ്ധിസ്റ്റ് ഇതിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധമന്ത്രം, അതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി.
ഈ മന്ത്രം തന്നെയാണ് നമ്മൾ അത് നമ്മുടെ ചക്രങ്ങളിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്, എടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ചക്രങ്ങളിലേക്ക് എനർജി കൊടുക്കുമ്പോൾ ശരിക്കും ഈ ക്ലാസ്സിൽ ഞാൻ കമ്പൽസറി ആയിട്ട് ചെയ്യുന്നത് ബേസിക് ലെവലിൽ സെൽഫ് പ്യൂരിഫിക്കേഷനാണ്. അതായത് സ്വന്തമായ ശുദ്ധീകരണം. ആരും അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ചതും പിറ്റേന്ന് തന്നെ ഹീൽ ചെയ്യുക എന്നുള്ള തലത്തിലേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ പ്രശ്നം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വേറൊരാളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതെ ഓറ ക്ലെൻസ് നമ്മുടെ അതെ എല്ലാം ചക്രങ്ങൾ ബേസ്ഡ് ആണ്. ഈ ചക്രങ്ങളുടെ പുറത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഓറ സിസ്റ്റം വരുന്നത്. ഈ ചക്രങ്ങൾ പ്യൂരിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സക്സസ് ആവാൻ പറ്റും. ആരും അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പൂർണ്ണമായ ഒരു സക്സസ് ആണ്. അതായത് ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഈ എനർജി സിസ്റ്റം പഠിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ അവരുടെ വാസ്തുദോഷം മാറ്റം, ഫിസിക്കൽ റിലേഷൻഷിപ്പ്, മെൻ്റൽ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ വീടിൽ നിന്ന് പുറത്തേക്കാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പം ഞാൻ തന്നെ ഒരു റിസൾട്ടാണ്, ഞാൻ തന്നെയാണ് എൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഞാൻ തേടി, ഒരുപാട് സിസ്റ്റത്തിലേക്ക് പോയി, ഒരുപാട് സിസ്റ്റത്തിൻ്റെ ടീച്ചറാണ്, ട്രെയിനറാണ്, വെൽനസ് കോച്ചാണ്, എല്ലാം ആണ്. ബട്ട് ഇവിടെ ശാന്തമായിട്ട് വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ബുദ്ധനെ, ഏത് മതത്തിൽപ്പെട്ടവർക്കും ബുദ്ധനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. ബുദ്ധൻ്റെ രൂപം അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ ഡീപ്പിലേക്ക് ബുദ്ധനിലേക്ക് പോകുമ്പോൾ ബുദ്ധൻ തന്നെയാണ് ഇവിടെ ഹീൽ ചെയ്യുന്നത്. നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ്. പൂർണ്ണമായും ബുദ്ധനാണ് ഇവിടേക്ക് വരുന്നത്. നമ്മൾ ആ ബുദ്ധൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഈ എനർജിനെ ഏറ്റവും കൂടുതൽ സമാഹരിച്ചു കഴിഞ്ഞാൽ ഈ എനർജി ഉപയോഗിച്ച് നമുക്ക് നമ്മളുള്ള അവസ്ഥയിൽ നിന്ന് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ സറണ്ടർ ചെയ്യുക ബുദ്ധനിലേക്ക്, അല്ലെങ്കിൽ ഈശ്വരനിലേക്ക്, അല്ലെങ്കിൽ ഗുരുവിലേക്ക് സറണ്ടർ ചെയ്യുന്ന നിമിഷം മുതൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ സഹായിക്കാനും കൂടി കഴിയും. അതായത് പൂർണ്ണ ഗുരു എന്ന് പറയുന്നത് ശ്രീബുദ്ധൻ തന്നെയാണ്. അല്ല, ഇവിടെ പൂർണ്ണമായ ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീബുദ്ധൻ തന്നെയാണ്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ആരും, നമ്മൾ സഹായിക്കുന്ന ആരെയും നമുക്ക് ഈ ഗുരു ബുദ്ധനായി കാണാം. ബുദ്ധൻ ഒരിക്കലും, ബുദ്ധൻ എന്ന് വെച്ചാൽ ബോധം ഉള്ളവൻ, അല്ലെങ്കിൽ ബുദ്ധി ഉള്ളവൻ, അല്ലെങ്കിൽ അറിവുള്ളവൻ ആണ് ബുദ്ധൻ. അല്ലാതെ ബുദ്ധൻ ഒരു ഇതല്ല, അതൊരു കമ്മ്യൂണിറ്റി ആയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശു എന്നുള്ളതൊരു കോൺഷ്യസ് ആണ്, ആ ഒരു ക്രൈസ്റ്റ് കോൺഷ്യസ് ആണ്. നമ്മൾ ആ ക്രൈസ്റ്റ് കോൺഷ്യസിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ അനുഭവം നമുക്ക് അറിയാൻ പറ്റുന്നത്. കൃഷ്ണ കോൺഷ്യസ് ആണ്, എല്ലാം കോൺഷ്യസ് ആണ്, അപ്പോൾ എല്ലാം ഒന്നാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഡീപ്പിലേക്ക് പോകാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഇവിടുത്തെ പൂജാ തന്ത്ര വിധികളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം പുറത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ബുദ്ധ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ചക്രങ്ങളിലേക്ക്, നമ്മുടെ സിസ്റ്റത്തിലേക്ക് എല്ലാം ആവാഹിക്കുകയാണ്, ഉള്ളിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ പവർ നമ്മളെടുത്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കുകയാണ്, സക്സസ് ആവാൻ വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലാമാഫ്ര ഹീലിംഗ് സിസ്റ്റത്തിൽ നമ്മൾ മിസ്റ്റിക് റോഡ്, മിസ്റ്റിക് ബൂസ്റ്റർ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ലാമാഫ്ര ഇതിൻ്റെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മിസ്റ്റിക് റോഡ് ഇവിടെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടോ. അപ്പോൾ അതിലൂടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന എല്ലാം, അതായത് പ്രകൃതിയാണ് ശരിക്കും ഈശ്വരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുദ്ധൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകൃതിയെ നമ്മളിലേക്ക് ആ എനർജി എടുത്തു കഴിഞ്ഞാൽ നമ്മുടേതായ എനർജി അല്ല, ആ ഈശ്വരൻ്റെ എനർജി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ കോൺഷ്യസ് ആയി, അല്ലെങ്കിൽ സൂപ്പർ പവർഫുള്ളായി. ഈ പവർ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരാളുടെ പ്രശ്നങ്ങളിലേക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അവരുടെ പ്രശ്നം എന്ത്, അതിനുള്ള സോൾവൻസി എന്ത്. അതായത് ഒരു ആസ്ട്രോളജി ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്, പ്രശ്നങ്ങൾ കണ്ടെത്തുക. ന്യൂമറോളജി, വാസ്തു, ലോകത്തുള്ള എല്ലാ ഏത് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഇഷ്യൂസും നമുക്ക് ഈ റോഡ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ 10ാം ക്ലാസ് 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം ആർക്കും ഐഡിയ ഇല്ല പലർക്കും. അപ്പോൾ ചിലർ ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ അങ്ങനെ കോഴ്സുകളിലേക്ക് ആക്കുക. ഈവൻ ആ കുട്ടികൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, അവൻ്റെ ഫ്യൂച്ചർ അവന് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവന് കൂടുതൽ സക്സസ് ആവാൻ പറ്റും. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് നോക്കാൻ പറ്റും. അവരത് പഠിച്ചു കഴിഞ്ഞാൽ ചിലവർ എന്ത് ചെയ്യും, എഞ്ചിനീയറിംഗ് 2 വർഷം 3 വർഷം പോകും, പിന്നെ നിർത്തും. കാരണം പ്രോബ്ലമാറ്റിക്കാണ്, ആ കുട്ടിക്ക് അത് എന്താ പറയുക, അതിലേക്ക് എത്താൻ പറ്റില്ല, അവനത് സ്ട്രഗിൾ. ഇപ്പോൾ എല്ലാം ഒരു ഹൈ സ്ട്രെസ്സാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുക, ഈ കുട്ടിയെ ശരിക്കൊരു കുട്ടിയുടെ എനർജി സ്കാൻ ചെയ്ത് ആ ഫോട്ടോ കിട്ടിയാൽ മതി. അവൻ്റെ എനർജി സ്കാൻ ചെയ്ത് അവനെ എന്താണ് ഫ്യൂച്ചറിലേക്ക് നല്ലത്, അല്ലെങ്കിൽ ഒരാൾക്ക് ഫോറിനിലേക്ക് പോകാൻ പറ്റുമോ, കല്യാണം നടക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു മാച്ച്, ഏത് കാര്യങ്ങളും നമുക്ക് ഈ റോഡിനെ എനർജൈസ് ചെയ്ത് എനർജി കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനൊരു ശരിക്കും പറഞ്ഞ ഒരു 50 പ്രോഗ്രാം ഒരു 2 പേപ്പർ ഷീറ്റിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വെച്ചാൽ ഏത് കാര്യങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഫോട്ടോ, അല്ലെങ്കിൽ അവർ നേരിട്ട് വരിക, അല്ലെങ്കിൽ വീഡിയോ കോളിൽ വരിക. അപ്പോൾ അത് നോക്കിയിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ അതിനുള്ള സൊല്യൂഷൻസ് കൂടി കൊടുക്കും നമ്മൾ. സാറ്, എല്ലാവരും നമ്മളിപ്പം ഒരുപാട് പേര് വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് കൂടുതൽ പേർക്കും ശത്രുദോഷം, പിതൃദോഷം, കർമ്മദോഷം, പിന്നെ ബാധാദോഷം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാണുന്നത്. ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ പൂജയിലേക്കല്ല പോകുന്നത്, നമ്മൾ ചക്രങ്ങളെയാണ് കറക്റ്റ് ചെയ്യുന്നത്. ചക്രങ്ങളാണ് ലോക്കാവുന്നത്.
നമ്മുടെ ഓറയാണ് ലോക്കാവുന്നത്. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട്, വാസ്തുവുമായി ബന്ധപ്പെട്ട്, വീടിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ സിസ്റ്റങ്ങൾ ഫോം ചെയ്യുന്നത്, പ്രശ്നം വരുന്നത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം, വളരെ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും നേരത്തെ തന്നെ പ്രിപ്പയർ ആവേണ്ട ആവശ്യമുണ്ട്? ഇപ്പോൾ ആഹാര രീതിയാണെങ്കിലും, അല്ലെങ്കിൽ ശാരീരികവും മാനസികവും വൈകാരികമായിട്ട് അവരെന്തെങ്കിലും തയ്യാറെടുപ്പുകൾ എടുക്കാൻ? അല്ല, 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും, അതായത് എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആർക്കും ഈ എനർജി ഫീൽഡായിട്ട്, അതായത് ഇതൊരു നിഗൂഢ ശാസ്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ക്ലാസ്സിലാണ് നമ്മൾ കൂടുതൽ സീക്രട്ടുകൾ പറഞ്ഞു കൊടുക്കുക. ആ ശിഷ്യൻ കൂടുതൽ ഗുരുവായിട്ട് അടുക്കുമ്പോഴേ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എനർജി ഫീൽഡ് ഇതുമായിട്ട് താല്പര്യമാണ്. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് ആൾ വന്നിട്ടുണ്ട്, പലർക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഫസ്റ്റ് ഒരു ആവേശത്തിന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊരു ദിനചര്യയായിട്ട്, ഇതിൽ നോണോ വെജോ ഒന്നും ഇഷ്യൂ ഇല്ല. ബുദ്ധ സിസ്റ്റത്തിൽ ഒന്നും നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ നോൺ കഴിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം, ഒന്നും കമ്പൽസറി ഇല്ല. യോഗ പഠിക്കണം അല്ലെങ്കിൽ അല്ല, ഇതിൽ യോഗയില്ല, കുറച്ച് ബ്രീത്തിങ് ടെക്നിക്കുകൾ, കുറച്ച് മന്ത്രങ്ങൾ, കുറേ സിസ്റ്റങ്ങൾ നമുക്ക് റെഗുലറായിട്ട് പ്യൂരിഫിക്കേഷന് വേണ്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരും. അതൊരു അരമണിക്കൂർ നേരം ചെയ്താൽ മതി. കാരണം നമ്മൾ സെൽഫ് പ്യൂരിഫൈ ആയാലേ നമുക്ക് വേറെ ആളെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നല്ലൊരാളായാലും നമുക്ക് വേറെ ആളെ നന്മയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഒരു ഇത്, ആ സിസ്റ്റത്തിലേക്ക് എത്തുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടി ഡീപ്പിലേക്ക് പോകണം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു 21 days യു ഷുഡ് പ്രാക്ടീസ് ഇറ്റ് റെഗുലർലി. ഓട്ടോമാറ്റിക്കലി യു ഷുഡ് ചേഞ്ച്. അത് 100% ആണ്. പിന്നെ നമ്മളുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് നല്ലൊരു ഉയർച്ചയിലേക്ക് എന്തായാലും പോകും. നിരന്തരമായി പ്രാക്ടീസ് വേണം. തീർച്ചയായിട്ടും നിരന്തരമായി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തും, ഇപ്പം നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ ആ ജോലിയിൽ റെഗുലറായി പോയാൽ നമുക്ക് ജോലിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇതിൽ വേറെ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. അപ്പോൾ അവർ ഇപ്പോൾ പഠിക്കണം താല്പര്യമുള്ളവർ ഇപ്പോൾ നേരിട്ട് കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണോ? രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട്. ദീക്ഷയ്ക്ക് ശരിക്കും നേരിട്ട് വന്ന അത്രയും പവർഫുൾ ആണ്. പക്ഷേ എനിക്ക് പുറത്തുള്ളവരാണ് കൂടുതൽ. അപ്പോൾ അവർക്കും ഓൺലൈനിലാണ് ചെയ്തു കൊടുക്കുന്നത്. അവർക്കും നല്ല റിസൾട്ട് ഒക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്, റിസൾട്ട് ഉണ്ട്. അവർക്ക് അതിൻ്റെതായ ഫീലിങ്സ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അനുഭവം അറിയാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധനെ കാണാറുണ്ട്. അത് ഓരോരുത്തരും ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ എനർജി. എല്ലാം ഞാൻ പൊതുവേ ഒരുപാട് ക്ലൈൻസ് നോക്കുമ്പോഴും ഭയം എന്ന് പറയുന്ന കാര്യമാണ് അവരെ കൂടുതലായിട്ട്. അല്ല, ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നത് പേടിയാണ്, ഉത്ഭയമാണ്. നമ്മൾ ജനിച്ചപ്പം മുതലുള്ള, നമ്മളെ ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഈ 4-5 വയസ്സ് വരെ കുട്ടികളെ കുറുമ്പാവും, അല്ലെങ്കിൽ പേടിപ്പിക്കും. അവിടെ ഇതാണ്, പ്രേതമുണ്ട്, അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അപ്പോൾ ആ പേടി നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡിലേക്കും വന്ന് നിറയും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ബേസിക് ലെവലിൽ തന്നെ ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ്, പേടി, ഭയം, അഡിക്ഷൻസ് എല്ലാം നീക്കം ചെയ്തിട്ടാണ് നമ്മളോട് അവരെ പ്യൂരിഫൈ ചെയ്തിട്ട്, ഒരു ബുദ്ധനെ പോലെ ആക്കി പ്യൂരിഫൈ ചെയ്തിട്ടാണ് സെക്കൻഡ് ലെവൽ, മാസ്റ്റർ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. മാസ്റ്റർ ലെവലിലും പെർഫെക്റ്റ് ആവുമ്പോഴേ നമ്മൾ അവരെന്ത് ചെയ്യും, ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ വെച്ചാൽ എല്ലാ തരം ടെക്നിക്കുകൾ ഇതിൽ പഠിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ആകാശിക് റെക്കോർഡ്സ്, ഇപ്പം നിലവിലുള്ള എല്ലാ ഒക്കൾട്ട് സയൻസും നിങ്ങൾക്കിതിൽ ഓട്ടോമാറ്റിക് പഠിക്കാൻ കഴിയും. കാരണം നമ്മൾ എല്ലാം ചക്ര ബേസ്ഡാണ്. ഈ ചക്രങ്ങൾ അത്രയും സ്ട്രോങ് ആക്കുമ്പോൾ, നമ്മുടെ ഓറ ചക്രങ്ങൾ സ്ട്രോങ് ആക്കുമ്പോൾ നമുക്കിതെല്ലാം ഈസി ആയിട്ട്, ഇപ്പോൾ സൈക്കോതെറാപ്പി, അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം, അല്ലെങ്കിൽ മിസ്റ്റിസം, എല്ലാം ഇതിൽ നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഹയർ ലെവലിൽ ഫസ്റ്റ് വന്നത് ഇതൊന്നും ലഭിക്കില്ല. നിങ്ങളുടെ എനർജി ലെവൽ അത്രയും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഇതിലേക്ക് എത്താൻ കഴിയും. കാരണം നിങ്ങൾക്കൊരു നോട്ടം കൊണ്ട് തന്നെ ഒരു പേഷ്യൻറ്റിനെ ആ ഒരു സ്റ്റേജിലേക്ക് മാറ്റാൻ പറ്റും. ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ 3 ലെവലിലായിട്ടാണ്, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. അപ്പം ഫസ്റ്റ് ലെവൽ കഴിഞ്ഞാൽ മാസ്റ്റർ ലെവൽ, പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ. ഫസ്റ്റ് ലെവൽ ബേസിക് ലെവൽ, സെക്കൻഡ് മാസ്റ്റർ ലെവൽ, തേർഡ് ആണ് 41 ദിവസം കഴിഞ്ഞാൽ. അതായത് അത്രയും പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആയെങ്കിലേ എനിക്കത് ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ അവർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച മിസ്റ്റിക് റോഡും ഇത് ബൂസ്റ്ററും ഒക്കെ അത് ഏത് ലെവലാണ് പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ അത് വെച്ചാൽ ഇതിന് അനുബന്ധമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഏത് കാര്യങ്ങളും നമുക്കതുകൊണ്ട് നോക്കാൻ പറ്റും. ഏത് കാര്യങ്ങൾ വ്യക്തമായി നോക്കാൻ പറ്റും. അതായത് 99% അതിൻ്റെ റിസൾട്ട് ഇതുവരെ എനിക്ക് 100% ആണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ ചിലപ്പോൾ മേ ബി അത് ക്ലയൻറ്റിൻ്റെ നമ്മുടെ ഏതെങ്കിലും ഒരു ഇതിൽ വരുമ്പോൾ ഒരു 1% കുറയ്ക്കാം. 99% റിസൾട്ട് ഗ്യാരണ്ടിയാണ്. നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. തീർച്ചയായും റോഡും പിന്നെ ബൂസ്റ്ററും കാണിച്ചു കൊടുക്കാം. മെറൂൺ റോബാണിത്. പ്രൊട്ടക്ഷനും സെൽഫ് പ്രൊട്ടക്ഷനും നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാതിരിക്കാനും അത് റിപ്പൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ വസ്ത്രം ഹീലിംഗ് സമയത്ത് യൂസ് ചെയ്യും. പിന്നെ ഇത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എർത്ത് സ്റ്റിക്കാണത്. ഇത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഭൂമിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ബോധിമാല എന്ന് പറയും. ബുദ്ധൻ്റെ ബോധിമാലയാണ്. ആ വൃക്ഷത്തിനടുത്തുള്ള മാലയാണ്, ഒറിജിനൽ മാലയാണ്. ഇത് ക്രിസ്റ്റൽ വാണ്ടാണ്. 7 ടൈപ്പ് ക്രിസ്റ്റൽസ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഹീൽ ചെയ്യുന്നത്.
ഇത് ഓറ പ്രൊട്ടക്ടറാണ്, മിസ്റ്റിക് ഓറ പ്രൊട്ടക്ടറാണ്. നമ്മുടെ ഓറ, ഇലക്ട്രിക് വയലറ്റ്, പിന്നെ നെഗറ്റീവ് എനർജി, നെഗറ്റീവ് പ്രോഗ്രാമുകളൊന്നും ഓറയിലും ചക്രങ്ങളിലും എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളത് സെൽഫായിട്ട് കയ്യിൽ കരുതിയാൽ മതി. ഇത് ബുദ്ധനാണ്, ബുദ്ധൻ്റെ സിമ്പിളോട് കൂടിയുള്ള ബുദ്ധൻ്റെ ചിത്രമാണ്. റോഡാണ് ഇത്, മിസ്റ്റിക് റോഡാണ്. മിസ്റ്റിക് റോഡുകൾ പല രീതിയിലുള്ളതാണ്. ചാർജബിൾ ആണ്, മോഡേൺ ആണ്, 100% ആക്യുറസിയാണ് ഇതിൽ. 100% ആക്യുറസിയാണ് ഇതിൽ. നല്ല വെയിറ്റ് ഉണ്ട്. അതാണ് ഞാൻ ആ ഇതിൽ പിടിക്കുന്നത്. നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഇതിനോട് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വേണമെന്നില്ല. നമ്മൾ ജസ്റ്റ് അവരുടെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഇത് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോൺഷ്യസ് ആയിട്ട് എനർജി ആയിട്ട് നമ്മൾ പ്രാക്ടീസ് വേണം. അപ്പോൾ ഇതൊരു ടെക്നിക്കും കൂടിയാണ്. അപ്പോഴേ യഥാർത്ഥ ഉത്തരം വരുള്ളൂ. തീർച്ചയായിട്ടും. ഈ ഇരിക്കുന്നവർ, ഇവരുടെ പേര് പാർവതി എന്നാണോ? അപ്പോൾ നമ്മളുള്ളത് ഇത് യെസ് ഓർ നോ ആണ്. അതായത് ലെഫ്റ്റ് നോ, റൈറ്റ് യെസ്. ഓക്കെ. പിന്നെ കൺഫ്യൂഷൻ ആണെങ്കിൽ ഇത് നടുവിൽ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഇത് അഞ്ജന മാഡമാണോ? വേണ്ട, ഇത് പൂർണ്ണമായിട്ടും അത് പോവും, അത് അതിലേക്ക് തിരിയും. അപ്പോൾ ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് പോലും നമുക്ക് കണ്ടെത്താം. ഇപ്പോൾ 360 ഡിഗ്രി, അത് 100+ ആണ് അതിൻ്റെ പെർസെൻറ്റേജ്. ഇതിന് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് പിടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം വെയിറ്റ് കുറയ്ക്കാനായിട്ട് എനിക്ക് എളുപ്പം ഏറ്റവും ഇതാണ്. ഞാനിത് 20 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തൊടുന്ന നിമിഷം തന്നെ ഇത് ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വളരെ ഫാസ്റ്റാണത്, വളരെ ഫാസ്റ്റസ്റ്റ് ആണ്. നമുക്ക് ഏത് കാര്യങ്ങളും ഈ ഒരു എനർജി ഉപയോഗിച്ച് ഒരാളുടെ കല്യാണം നടക്കുമോ, ഇപ്പോൾ ആസ്ട്രോളജി, അപ്പോൾ അവിടെ പോയി നമ്മൾ ചോദിക്കുന്ന അതേ ഇത് വളരെ വ്യക്തമായിട്ട്, ഇപ്പോൾ നക്ഷത്രം ഒന്നും നമുക്ക് അറിയണ്ട, 2 ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇത് കറക്റ്റാണോ, ഇത് ചേരില്ലേ, ഇത് ചേരില്ലെങ്കിൽ ഇത് ലോക്ക് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഒരു ജോലി ലഭിക്കുമോ, അല്ലെങ്കിൽ ഇത് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, ജീവിതത്തിൽ ഏത് കാര്യങ്ങൾക്കും നമുക്ക് വ്യക്തമായ ചോദ്യങ്ങൾ ചോദിച്ച് അതിനുള്ള ഉത്തരം ലഭിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു പ്രത്യേക ടൈപ്പ് മെറ്റലാണ്. ഇത് നമ്മൾ ISROയിൽ പരിചയപ്പെട്ട ഒരു സയൻറ്റിസ്റ്റ് നമുക്ക് പ്രത്യേകമായി ഉണ്ടാക്കി തരുന്നതാണ്. ഇത് നമ്മളായിട്ട് ഒരു കണക്ഷൻ വേണം. അപ്പോൾ അതാണ് അത് ത്രൂ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും ആ ബുദ്ധ എനർജി അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ ആ ഊർജ്ജമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് സായിബാബയായിട്ട് കണക്ട് ചെയ്യും, മുരുകനായിട്ട് കണക്ട് ചെയ്യും, പിന്നെ ബുദ്ധനായിട്ട് കണക്ട് ചെയ്യും. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോസ്മോസായിട്ട് കണക്ട് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസർ വരും. ഏത് കാര്യങ്ങൾ ചോദിച്ചാലും അതിൻ്റെ ആൻസർ ആക്യുറസി കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്കത് ഇപ്പോൾ റീഡിംഗ് ഒക്കെ ഇട്ടുണ്ട്, ടാരറ്റ് കാർഡ് റീഡിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ടാരറ്റ് കാർഡ്. ഇപ്പോൾ അത് നമുക്ക് അത് എടുക്കണം, കാർഡ് എടുത്ത് നോക്കി ഏഞ്ചൽ കാർഡ് നോക്കാം. ഇതോടെ ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എനർജി ലോസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ബൂസ്റ്റർ, ആ ബൂസ്റ്റർ നമ്മൾ കയ്യിൽ വെക്കണം. ഈ ഹീലിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴാണ് ജിയോപ്പതിക് സ്ട്രെസ് എന്നുള്ള പദത്തെപ്പറ്റി ഓർമ്മ വരുന്നത്. ഈ ജിയോപ്പതിക് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണെന്നും അതെങ്ങനെയാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതെന്നും കൂടെ പറഞ്ഞു കൊടുക്കാവും. ഓക്കെ. ജിയോപ്പതിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ കാണാം നമുക്ക് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ, ചില കോർണറുകൾ, 3 കൂടിയ ജംഗ്ഷൻ, പിന്നെ ചില ക്ഷേത്രങ്ങളുടെ മുൻവശം. ആ മുൻവശത്തുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അല്ലെങ്കിൽ ചില പള്ളി, അല്ലെങ്കിൽ മോസ്ക്, അതോ എന്തോ ആവട്ടെ. അപ്പോൾ ഇത് അവിടെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ആ ഒരു ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന വേവ്സിൻ്റെ അല്ലെങ്കിൽ ശ്മശാനം പോലുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. കണ്ടെത്തിയിട്ട് അതിന് സോൾവിങ് പ്രോസസ്സുണ്ട്. ചെറിയൊരു പ്രോസസ്സിലൂടെ അത് സോൾവ് ചെയ്യാനും പറ്റും. ആ വൈബ്രേഷനെ മാറ്റിവിടുക, ആ ഒരു നെഗറ്റീവ് എനർജിനെ മാറ്റിവിടുക. അപ്പോൾ ആ പ്രശ്നം വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതിനാണ് സാധാരണ ഈ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയയിൽ പോലീസുകാർ കുറച്ച് ഉപ്പൊക്കെ അവിടെ കൊണ്ടിടും, കല്ലുപ്പ് കുറച്ച് അവിടെ കൊണ്ടൊക്കെ ഇടും. പിന്നീട് അത് അവിടെ അങ്ങനെ കാണില്ല എന്നൊക്കെ പറയാറുണ്ട്. ചിലവിടെ രാത്രി പ്രേതം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പലതും കാണുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതായത് ഈ പ്രദേശങ്ങളിൽ ചിലപ്പം നിൽക്കുന്ന മരങ്ങൾ ഉണങ്ങിപ്പോകുക, അല്ലെങ്കിൽ ഒരു ശരിയായൊരു വളർച്ചയില്ല, പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലേ, ഒരുപാട് മാനസിക തലത്തിലും വൈകാരിക തലത്തിലും പിന്നെ ശാരീരിക തലത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കും. അത് ചില വീടുകളിലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ജിയോപ്പതിക് സ്ട്രെസ്. പിന്നെ സാമ്പത്തികമായിട്ട് അവർക്ക് അതിൻ്റെ ഉദാഹരണം പറയണമെങ്കിൽ സാമ്പത്തികം മാത്രമല്ല, ആ വീട്ടിലുള്ളവർക്ക് ക്യാൻസർ, മാരകമായ രോഗങ്ങൾ. അപ്പോൾ നമ്മൾ ക്യാൻസർ ഒരിക്കലും പകർച്ചവ്യാധിയല്ല.
പക്ഷേ ഈ ഒരാളുടെ ക്യാൻസർ വന്നു, അയാൾക്ക് പ്രശ്നമൊക്കെ ആയി, ഇനി അടുത്ത ആൾക്ക് ക്യാൻസർ വരുന്നു. അല്ലെങ്കിൽ സ്ഥിരമായ രോഗങ്ങൾ, ഏത് ഹോസ്പിറ്റലിൽ പോയാലും എവിടെ പോയാലും രോഗം മാറുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ. ആ വീട്ടിലെപ്പോഴും റിലേഷൻഷിപ്പ്, അതായത് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛനമ്മ കുട്ടി കുടുംബങ്ങൾ, എപ്പോഴും പ്രശ്നങ്ങൾ. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ഒരാൾക്ക് ജോലി ലഭിക്കുന്നില്ല, കല്യാണം കഴിയുന്നില്ല, മാരേജ് നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ പലരും ജോലിസിൻ്റെ അടുത്തേക്ക് പോകും, പല കാര്യങ്ങളും. അപ്പോൾ ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഈ ജിയോപതിക് സ്ട്രെസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ് വേണ്ടത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതിന് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയും. അപ്പം ഇതെങ്ങനെയാണ് സൊല്യൂഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? സൊല്യൂഷൻ അത് വാസ്തു സംബന്ധമായിട്ട് നമുക്ക് ശരിക്കും ആ പോയിന്റ് കറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ റോഡ് ഉപയോഗിച്ച് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിന് ഏത് വഴിക്കാണ് അതിന്റെ സഞ്ചാരം, ആ സഞ്ചാരത്തെ ലോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്യാൻ പറ്റും. അത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ നേരിട്ട് പോകേണ്ട കാര്യമില്ല. ഞാൻ അധികം ചെയ്യുന്നത് അങ്ങനെയാണ്. ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ വീട് എനിക്ക് മൊബൈലിൽ കാണിച്ചു തന്നാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യും, ഏത് ദിക്കിലാണ് പ്രശ്നം, എവിടെയാണ് അതിൻ്റെ പ്രോബ്ലമാറ്റിക്, അവിടെ ലോക്ക് ചെയ്യും. അതിനുള്ള റോഡ് സിസ്റ്റങ്ങൾ സയൻറ്റിഫിക്കൽ തന്നെ, ഇതെല്ലാം സയൻറ്റിഫിക്കൽ തന്നെയാണ് ചെയ്യുന്നത്. അതിനുള്ള സിസ്റ്റം നമ്മൾ കൊറിയറിൽ അയച്ചു കൊടുക്കും. അവരിത് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും റീചെക്ക് ചെയ്യും. അപ്പോൾ റിസൾട്ട് കൊടുക്കാൻ പറ്റും. അല്ല, സ്ഥലം വാങ്ങിക്കുമ്പോഴും ആ സ്ഥലത്തെ കാണിച്ചു തരികയാണെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ അല്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് സഹായം ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്, ഇപ്പൊ പലരും പറയും ഞങ്ങൾ വാടക വീട്ടിലാണ് താമസം. വാടക വീട്ടിലായാലും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പം നമുക്കതിൽ സൊല്യൂഷൻ ഉണ്ടാക്കാം. അധികം ചിലവില്ലാതെ തന്നെ ആ വീടിന്റെ വാസ്തു ഒന്നും മാറ്റണ്ട, അതേ ലെവലിൽ തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ, ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ, വളരെ ചാർജ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 24 വർഷത്തെ ആ ഒരു പരിചയം ഉണ്ടല്ലോ. അപ്പം സാറിൻ്റെ ജീവിതത്തിൽ ഓർമ്മയിൽ നിൽക്കുന്ന, അപ്പം പ്രശ്നമായിട്ട് വന്ന് പരിഹരിക്കപ്പെട്ടു പോയ വ്യക്തികളുടെ എന്തെങ്കിലും ഒരു എക്സാമ്പിളോ എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കും? അല്ല, ഒരുപാട് ഇതുണ്ട്. എൻ്റെ തന്നെ എൻ്റെ യൂട്യൂബിലും അല്ലെങ്കിലും ഒരുപാട് ടെസ്റ്റിമോണിയൽസ് എൻ്റെ അടുത്തുണ്ട്. അതായത് ഇപ്പോൾ ചിലർ വരും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് ആൾ ഇപ്പോഴും 10, 15, 20 വർഷമായി ജീവിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് പറയും ജാതകം നോക്കിയപ്പോൾ ആൾറെഡി ഇല്ല, ഇനിയുള്ള കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് റിസൾട്ടായി അവർ ക്യാൻസർ ആയാലും ശരി പല പല പ്രോബ്ലംസ് ലൈവായിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തിട്ട്, അത് ബുദ്ധൻ്റെ അല്ലെങ്കിൽ ഗുരുപരമ്പരകളുടെ ബ്ലെസ്സിംഗ് എന്ന് മാത്രമാണ്. ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. പൂർണ്ണമായും ഞാനത് ബുദ്ധിമുട്ടും പ്രശ്നമുള്ളവരെ പൂർണ്ണമായും സഹായിച്ച് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പാഷനിൽ തന്നെ ഞാനത് ചെയ്യുന്നു. ഇത് എത്ര ദിവസം കൊണ്ട് ഹീലാവും, അല്ലെങ്കിൽ എത്ര നാളെടുക്കും? അത് നമുക്കൊരു ഹീലിംഗ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് മറ്റുള്ള ഹീലിംഗ് ഡിഫറെൻ്റ് വെച്ചാൽ പ്രാണിക് ഹീലിംഗ്, മറ്റുള്ള അതർ ഹീലിംഗിൽ ഡെയിലി നമ്മൾ റെഗുലറായിട്ട് 10 ദിവസം ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ലാമ ഹീലിംഗിൽ ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസത്തെ ഇടവേള വേണം. കാരണം അത്രയും പവർഫുള്ളാണ്. 1 മണിക്കൂർ നമ്മൾ പൂർണ്ണമായിട്ട് അവരുടെ ചക്രങ്ങൾ, അവരുടെ ഓറ പൂർണ്ണമായി ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്ത് പൂർണ്ണമായ സിസ്റ്റത്തെ പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർ സാറിനെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ അതെങ്ങനെയാണ് എടുക്കുന്നത്? ഓൺലൈനാണെന്ന് വെച്ചാൽ നമ്മളൊരു പെർട്ടിക്കുലർ ടൈം അവർ നമ്മളായിട്ട് നിശ്ചയിച്ചിട്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ. ഇപ്പോൾ നേരിട്ടാണെങ്കിൽ രാവിലെ ഒരു 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ബേസിക് ക്ലാസ്, ഒരു ദിവസത്തെ ബേസിക് ക്ലാസ്. അഡ്വാൻസും 10 to 5, 2 ദിവസം കൊണ്ട് നമുക്ക് ബേസിക്കും അഡ്വാൻസും കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഓൺലൈൻ ആണെങ്കിൽ ഫുൾ ഡേ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 1 hour അല്ലെങ്കിൽ ½ hour വെച്ച് ഒരു 7 days അല്ലെങ്കിൽ 10 days ആവും ബേസിക്കിന് തന്നെ. അപ്പോൾ അഡ്വാൻസിനും കൂടി ആകുമ്പോൾ ഒരു 10 or 15 days വരും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. അവർക്ക് സംശയങ്ങൾ എപ്പോൾ വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്, അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാം. അപ്പം സാർ ഈ വേഷത്തിലും പിന്നെ നമ്മളിപ്പോൾ കാണിച്ച റോഡും ബൂസ്റ്ററൊക്കെ കാണുമ്പോൾ തോന്നും നമ്മൾ ബേസിക് കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ കിട്ടുമോ, അതിൻ്റെ കൂടെ ഉള്ളതാണോ, ഇങ്ങനെ യൂണിഫോം ധരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ സംശയം കാണും. അപ്പം അതെന്താണ് സാറിന് പറയാനുള്ളത്? ഞാനിട്ടിരിക്കുന്നത് തന്നെയാണ് യൂണിഫോം. ഇതൊരു പ്രൊട്ടക്ടർ കൂടിയാണ്. ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ സെൽഫ് പ്രൊട്ടക്ട് ചെയ്യാനും മറ്റുള്ള നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അത് ബേസിക് ലെവലിൽ ലാമഫറ കിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാനത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ചാർജ് ചെയ്യും. ഇതിൽ പല കാര്യങ്ങളും എക്സ്ട്രാ ചാർജ് ചെയ്യും, പലതും എക്സ്ട്രയാണ്, പുറത്തുനിന്നുള്ളതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് നിർബന്ധമില്ല, ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. 18 വയസ്സിന് ശേഷമുള്ള ആർക്കും പഠിക്കാം. പിന്നെ ബേസിക് ലെവൽ ഓഫ് നോളേജ്, ഇപ്പോൾ ചിലർ റേക്കി പഠിച്ചിട്ടുണ്ടാവും, പ്രാണിക് ഹീലിംഗ് പഠിച്ചിട്ടുണ്ടാവും, ഏഞ്ചൽ ഹീലിംഗ് പഠിച്ചിട്ടുണ്ടാവും. അവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ആ ബേസിക് നോളേജും കൂടി നമ്മൾ ട്രെയിനിങ് കൊടുക്കും. അതോടൊപ്പം ലാമഫറ ട്രെയിനിങ് കൂടി അതിന് മുന്നാടി ഇത് കൊടുക്കും. എന്നിട്ടാണ് ലാമഫറ ട്രെയിനിങ് കൊടുക്കുന്നത്. ബേസിക്കും അഡ്വാൻസും വേണമെങ്കിൽ ഒരുമിച്ചും പഠിക്കാം, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും പഠിക്കാം. ബേസിക് ലെവലും 2 ദിവസം കൊണ്ട് ബേസിക് ലെവലും 2ാമത്തെ ദിവസം അഡ്വാൻസ് ലെവലും പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 41 days കഴിഞ്ഞാലേ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് പല ഒക്കോൾട്ട് സയൻസ്, നിഗൂഢശാസ്ത്രങ്ങൾ പലതും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ സീക്രട്ടുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ
പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് താല്പര്യമുള്ള ഏത് വിഷയവും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ബുദ്ധ ഫിലോസഫിയിൽ ബേസ് ചെയ്യുന്ന ലാമാഫറ എന്ന കോഴ്സ് പഠിക്കണം താല്പര്യമുള്ളത് തീർച്ചയായിട്ടും സാറിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പറും താഴെ കൊടുത്തേക്കും. അപ്പോൾ ഹീലിംഗ് ആവശ്യമുള്ളവർ അതിന് വിളിക്കുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതോടൊപ്പം തന്നെ സാർ ഒരുപാട് ഹീലിങ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഇതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം താല്പര്യമുള്ളവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി അതെങ്ങനെയാണെന്നുള്ളത് വേണ്ട പോലെ ചെയ്യാവുന്നതാണ്. അപ്പം ഇതുവരെ വീഡിയോ കണ്ടിരുന്ന പ്രേക്ഷകർക്ക് സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.